ലെമ്മ 95 ഹിൽബർട്ട്സ് തിയറം 90. ഇത് ഹിൽബർട്ട്സ് തിയറം 90 എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹിൽബർട്ട്സ് തിയറം ഒരുപാടുണ്ട്, നിങ്ങൾ ഫങ്ഷണൽ അനാലിസിസിലും ഒക്കെ പഠിക്കുന്നതാണ്. സോ ഈ പർട്ടിക്കുലർ ഹിൽബർട്ട്സ് തിയറം ഒരുപാടുണ്ട്. സോ ഈ പർട്ടിക്കുലർ തിയറം ഹിൽബർട്ട്സ് തിയറം 90 എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, സോ ഇതും സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഹിൽബർട്ട്സ് തിയറം 90 എന്ന് ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കണം. Let E over F be a Galois extension whose Galois group G is equal to Galois group of E over F is cyclic of order n. So E over F ഒരു Galois extension corresponding Galois group G എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണെന്ന് തന്നിട്ടുണ്ട്. സിഗ്മ ബി ദ ജനറേറ്റർ ഓഫ് ജി, അതിൻ്റെ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണല്ലോ. സോ അതിനെ ഒരു സിംഗിൾ എലമെൻറ്റ് വെച്ച് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ആ ജനറേറ്റർ സിഗ്മയാണ്. ദെൻ നോം ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 1 if and only if there exists beta element of E hash with ഈ ആൽഫ എങ്ങനെ എഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. ഇത് ശ്രദ്ധിക്കുക, അതായത് നോം ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്കൊരു ബീറ്റ എലമെൻറ്റ് ഓഫ് ഇ ഹാഷ് കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു സിഗ്മ ഓഫ് ബീറ്റയുടെ ഇൻവേഴ്സ് ആണ് കേട്ടോ. ഇത് രണ്ടും ബീറ്റയും സിഗ്മ ഓഫ് ബീറ്റയൊക്കെ ബീറ്റ എലമെൻറ്റ് ഓഫ് ഇ എടുത്താൽ സിഗ്മ ഓഫ് ബീറ്റ എഫ് ഹാഷിൽ വരും. സോ ഫീൽഡിലെ എലമെൻറ്റാണ് സിഗ്മ ഓഫ് ബീറ്റ എന്ന് പറയുന്നത്. അതിൻ്റെ ഇൻവേഴ്സ് സിഗ്മ ഓഫ് ബീറ്റയുടെ ഇൻവേഴ്സ് എന്നാണിത്. അല്ലാതെ ഈ ബ്രാക്കറ്റിൽ ബീറ്റയുടെ ഇൻവേഴ്സ് അല്ല. ഇത് സിഗ്മ ഓഫ് ബീറ്റ അത് ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതുന്നതിന് തുല്യമാണ് സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. ആ സിഗ്മ ഓഫ് ബീറ്റ ബ്രാക്കറ്റിൽ എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ടെക്സ്റ്റിൽ അങ്ങനെ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതേ നൊട്ടേഷൻ എഴുതിയെന്നേ ഉള്ളൂ. ഓക്കെ, സപ്പോസ് ദാറ്റ് സോ ഞാൻ ആദ്യം കോൺവേഴ്സ് പാർട്ടാണ് പ്രൂവ് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. അങ്ങനെ ആണെങ്കിൽ എനിക്ക് നോം ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്ന് പ്രൂവ് ചെയ്യണം. സോ നോം ഓഫ് ആൽഫ എന്ത് വരുമെന്ന് നോക്കാം. ആൽഫ എന്ന് പറയുന്നത് ഇതാന്ന് കൊടുത്തിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ നോം ഓഫ് ബീറ്റ ഇൻറ്റു സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. ഇനി പ്രോപ്പർട്ടി 2ൽ പറയുന്നുണ്ട് എന്താണ്? നോം ഓഫ് ആൽഫ ബീറ്റ. നോമിൻ്റെ 4 പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിൽ സെക്കൻഡ് പ്രോപ്പർട്ടി പറയുന്നത് നോം ഓഫ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു നോം ഓഫ് ആൽഫ ഇൻറ്റു നോം ഓഫ് ബീറ്റ ആണ്. സോ ഇവിടെയും 2 എലമെൻറ്റ്സിൻ്റെ നോമിൻ്റെ അല്ലേ. സോ നോം ഓഫ് ബീറ്റ ഇൻറ്റു നോം ഓഫ് സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. ഇനി അടുത്തത് അത് ഈ പ്രോപ്പർട്ടി 2ൽ തന്നെ പറയുന്നുണ്ട് എന്താണ്? എൻ എന്ന് പറയുന്നത് നോം എന്ന് പറയുന്നത് ഒരു ഹോമോമോർഫിസമാണ്. ഒരു ഹോമോമോർഫിസത്തിൻ്റെ പ്രോപ്പർട്ടി നമുക്കറിയാം. അതായത് സിഗ്മ എന്ന് പറയുന്നൊരു ഹോമോമോർഫിസം ആണെങ്കിൽ സിഗ്മ ഓഫ് എ ഇൻവേഴ്സ്, ഒരു എലമെൻറ്റ് ഇൻവേഴ്സ് സിഗ്മ ഓഫ് എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു സിഗ്മ ഓഫ് എ ദ ഹോൾ ഇൻവേഴ്സ് എന്ന്. സോ നോം എൻ എന്ന് പറയുന്നൊരു ഹോമോമോർഫിസം ആയതുകൊണ്ട് എൻ ഓഫ് ഒരു എലമെൻറ്റ് ഇൻവേഴ്സ് സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ് ഈ സെയിം ആസ് എൻ ഓഫ് സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. നോം ഓഫ് സിഗ്മ ഓഫ് ബീറ്റയുടെ ഇൻവേഴ്സ്, അതായത് നിങ്ങൾക്ക് ഇവിടെ സംശയമൊന്നും വരരുത്. നോം ഓഫ് സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഓക്കെ നോം ഓഫ്, അതായത് ഇവിടെ ഇത് ഓക്കെ നിങ്ങൾക്ക് സംശയമൊന്നും വരരുത്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന നോം ഓഫ് ബീറ്റ ഇൻറ്റു നോം ഓഫ് സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. ആക്ച്വലി ഇവിടെ ഈ നോം ഓഫ് സിഗ്മ ഓഫ് ബീറ്റ ബ്രാക്കറ്റിലിട്ടിട്ട് അതിന് ഇൻവേഴ്സ് എടുക്കുന്നതിന് തുല്യമാണ്. ഓക്കെ, സോ ഇവിടെ ഞാൻ നേരത്തെ സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ് എഴുതിയപ്പോൾ സിഗ്മ ഓഫ് ബീറ്റ മൊത്തത്തിൽ ബ്രാക്കറ്റിൽ കൊടുക്കാതല്ലേ ഇൻവേഴ്സ് എഴുതിയത്. സോ അതുകൊണ്ടാണ് ഇവിടെ എൻ ഓഫ് സിഗ്മ ഓഫ് ബീറ്റ അങ്ങനെ തന്നെ ഇട്ട് അത് ഫുൾ ബ്രാക്കറ്റിൽ കൊടുക്കാതെ ഞാൻ ജസ്റ്റ് ഇൻവേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നത്. സോ എൻ ഓഫ് ബീറ്റ ഇൻറ്റു എൻ ഓഫ് സിഗ്മ ഓഫ് ബീറ്റയുടെ ഇൻവേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ ഫോർത്ത് പ്രോപ്പർട്ടി നോമിൻ്റെ ഫോർത്ത് പ്രോപ്പർട്ടിയിൽ പറയുന്നത് എന്താണ്? എൻ ഓഫ് സിഗ്മ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ആൽഫ എന്നാണ്. സോ എൻ ഓഫ് സിഗ്മ ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബീറ്റ ആയിരിക്കും. സോ ഇതിന് പകരം എൻ ഓഫ് സിഗ്മ ഓഫ് ബീറ്റയ്ക്ക് പകരം എൻ ഓഫ് ബീറ്റ കൊടുക്കാം. സോ ഇതെന്താവും? എൻ ഓഫ് ബീറ്റ ഇൻറ്റു എൻ ഓഫ് ബീറ്റ ഇൻവേഴ്സ് എന്നാവും. സോ ഫീൽഡിലെ 2 എലമെൻറ്റ്സ് ഒരു എലമെൻറ്റ് ഇതിൻ്റെ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? 1 കിട്ടും. സോ എൻ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് എൻ ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 1. അങ്ങനെ ആണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം ഒരു ബീറ്റ എലമെൻറ്റ് ഓഫ് ഇ ഹാഷ് കണ്ടുപിടിക്കാൻ സാധിക്കും. സച്ച് ദാറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. ഇനി നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്. എന്താണ്? സിഗ്മ ഈസ് ദ ജനറേറ്റർ ഓഫ് ജി വിച്ച് ഈസ് ജി എന്ന് പറയുന്ന ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n ആണ്. അങ്ങനെ ആണെങ്കിൽ ആ ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് എന്തായിരിക്കും? 1 സിഗ്മ. ജിയിലെ എലമെൻറ്റ്സ് എന്തായിരിക്കും? 1 സിഗ്മ, സിഗ്മ സ്ക്വയർ എക്സെട്ര സിഗ്മ റേസ് ടു n മൈനസ് 1 ആയിരിക്കും. സിഗ്മ റേസ് ടു n ആണ് എന്ത്? വീണ്ടും ഐഡൻറ്റിറ്റി 1 വരും. സോ റിപ്പീറ്റ് ചെയ്ത് വരും പിന്നെ. സോ ഇതായിരിക്കും ആ n എലമെൻറ്റ്സ് 1. ഇത് നമ്മൾ ഓൾജിബ്ര പഠിക്കുന്നതാണ്. ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ എൻ്റെ ജനറേറ്റർ എ ആണെങ്കിൽ അതിലെ എലമെൻറ്റ്സ് 1 a സ്ക്വയർ എക്സെട്ര a റേസ് ടു n മൈനസ് 1 എന്ന്. സോ അതേപോലെ ഇവിടെ നമുക്ക് കിട്ടും. ഇനി നോം ഓഫ് ആൽഫ ഞാൻ നോക്കുവാണ്. നോം ഓഫ് ആൽഫ ബൈ ഡെഫിനിഷൻ എന്താണ്? പ്രോഡക്റ്റ് സിഗ്മ എലമെൻറ്റ് ഓഫ് ജി സിഗ്മ ഓഫ് ആൽഫ. ഈ ജിയിലെ ഓരോ എലമെൻറ്റ്സ് എടുത്തിട്ട് സിഗ്മ വെച്ചിട്ട് ജിയിലെ ഓരോ എലമെൻറ്റ്സിൻ്റെയും ഇമേജ് എടുക്കും. എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ്
സോ അങ്ങനെ ആണെങ്കിൽ ഞാൻ ജിയിൽ എനിക്കറിയാം n എലമെൻസേ ഉള്ളൂ. സോ എന്തായിരിക്കും വരിക ഈ പ്രോഡക്റ്റ്? ആദ്യം 1 ആണ് ഐഡൻറ്റിറ്റി മാപ്പ്, 1 ഓഫ് ആൽഫ. ഐഡൻറ്റിറ്റി മാപ്പ് ആൽഫ എങ്ങോട്ട് മാപ്പ് ചെയ്യും? ആൽഫയിലേക്ക് ഇൻറ്റു. സോ ഞാൻ ഓരോ എലമെൻറ്റ്സ് ജിയിൽ ഫൈനൈറ്റ്ലി മിനി n എലമെൻസേ ഉള്ളൂ. സോ ജിയിലെ ഓരോ എലമെൻറ്റ് വെച്ച് ഞാൻ ആൽഫയുടെ ഇമേജ് എടുക്കുന്നു, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇനി അടുത്തത് സിഗ്മ എടുക്കുന്നു. സോ സിഗ്മ ഓഫ് ആൽഫ, നെക്സ്റ്റ് സിഗ്മ സ്ക്വയർ ഓഫ് ആൽഫ അപ് ടു സിഗ്മ റേസ് ടു n-1 ഓഫ് ആൽഫ. സോ ഇതെന്ത് വരും? n ഓഫ് ആൽഫ എന്ന് പറയുന്നത് ആൽഫ സിഗ്മ ഓഫ് ആൽഫ സിഗ്മ സ്ക്വയർ ഓഫ് ആൽഫ എക്സെട്ര സിഗ്മ റേസ് ടു n-1 ഓഫ് ആൽഫ എന്ന് വരും. ഇനി നോം ഓഫ് ആൽഫ ഈസ് ഈക്വൽ ടു 1 എന്ന് ഞാൻ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ നോം ഓഫ് ആൽഫ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് കിട്ടും? ദിസ് ക്വാണ്ടിറ്റി ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഓഫ് ആൽഫ ഇൻറ്റു എക്സെട്ര സിഗ്മ റേസ് ടു n-1 ഓഫ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ഞാൻ പാർഷ്യൽ നോംസ് ഡിഫൈൻ ചെയ്യുകയാണ്. പാർഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോം ഓഫ് ആൽഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കിട്ടിയ ക്വാണ്ടിറ്റിയാണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, അതെന്തുകൊണ്ട് പാർഷ്യൽ നോംസ് എന്ന് വിളിക്കുന്നത് ഞാൻ പറയാം. ഡെൽറ്റ നോട്ട് എന്ന് പറയുന്നത് ഞാൻ ആൽഫ, ഈ n ഓഫ് ആൽഫയിലെ ഫസ്റ്റ് ടേം ആൽഫ ആയിട്ട് എടുക്കുന്നു. ഡെൽറ്റ 1 ആയിട്ട് ഇതിലെ ആദ്യത്തെ രണ്ട് ടേംസ് ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ. ഡെൽറ്റ 2 ആയിട്ട് 3 ടേംസ് ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഓഫ് ആൽഫ. അങ്ങനെ ആണെങ്കിൽ ഈ രീതിയിൽ ഡിഫൈൻ ചെയ്ത ഡെൽറ്റ n-1 എന്തായിരിക്കണം? ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഓഫ് ആൽഫ ഇൻറ്റു എക്സെട്ര സിഗ്മ റേസ് ടു n-1 ഓഫ് ആൽഫ എന്ന് വരും. ഓക്കെ, ഈ ഡെൽറ്റ n-1 എന്ന് പറയുന്നത് ഇതെന്ത് തന്നെയാണ്? ഫുൾ നോം ഓഫ് ആൽഫ ഇതിൽ വന്നില്ലേ? സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നോം ഓഫ് ആൽഫ തന്നെയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇതിനെ പാർഷ്യൽ നോം എന്ന് വിളിക്കാൻ കാരണം ഈ നോമിലെ ഓരോ ടേംസാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിനെ പാർഷ്യൽ നോം എന്ന് വിളിക്കുക. ഇനി അങ്ങനെ ആണെങ്കിൽ ഈ ഡെൽറ്റസ് ഉപയോഗിച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യാണ് ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ഡെൽറ്റ നോട്ട് എന്ത് വരുമെന്ന്. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ഡെൽറ്റ നോട്ട് ഈസ് ആൽഫ. സോ ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ അതെന്താണ്? ഡെൽറ്റ 1 ആണ്. ഇനി നെക്സ്റ്റ് ഇതേപോലെ ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ഡെൽറ്റ 1 എന്ത് വരുമെന്ന് നോക്കുക. സോ ദാറ്റ് ഈസ് ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ഡെൽറ്റ 1 ഈസ് ആൽഫ സിഗ്മ ഓഫ് ആൽഫ. സിഗ്മ ഹോമോഫിസമാണ്. സോ എടുക്കുമ്പോൾ സിഗ്മ ഓഫ് ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ എന്ന് വരും. ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ഓഫ് ആൽഫ. സോ ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ ഇൻറ്റു സിഗ്മ സ്ക്വയർ ഓഫ് ആൽഫ എന്ന് വരും. ദാറ്റ് ഈസ് ഡെൽറ്റ 2. ശ്രദ്ധിച്ചറിയാം, നമ്മളിപ്പോൾ ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ഡെൽറ്റ നോട്ട് എടുത്തപ്പം ഡെൽറ്റയുടെ അടുത്തത് ഡെൽറ്റ 1 കിട്ടി. ഇനി നെക്സ്റ്റ് ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ഡെൽറ്റ 1 എടുത്തപ്പോൾ എന്ത് കിട്ടി? ഡെൽറ്റ 2 കിട്ടി. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എക്സെട്ര ഞാൻ ആൽഫ സിഗ്മ ഓഫ് ഡെൽറ്റ n-2 എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഡെൽറ്റ n-1. n-2ന് ശേഷം അടുത്തത് എന്താണ്? n-1 അത് കിട്ടും. ഇനി നെക്സ്റ്റ് അടുത്ത ആൽഫ ഓഫ് സിഗ്മ ഓഫ് ഡെൽറ്റ n-1 എടുക്കണം, കാരണം ഇനി അടുത്ത ഡെൽറ്റ ഇല്ല, ഡെൽറ്റ n-1 ആണ് ലാസ്റ്റത്. സോ ഇങ്ങനെ കിട്ടും. സോ ഇപ്പോൾ കിട്ടിയ റിസൾട്ടിനെ ഞാൻ ജനറലൈസ് ചെയ്താൽ എനിക്ക് എന്ത് പറയാം? ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ഡെൽറ്റ ഐ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ i+1 കിട്ടും. വേറെ ഐ വേരീസ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടാണ്? 0 to n-2 വരെ. ഇനി ബൈ ഇൻഡിപെൻഡൻസ് ഓഫ് ദി ക്യാരക്ടേഴ്സ്. ഇൻഡിപെൻഡൻസ് ഓഫ് ദി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അതിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ആ തിയറംസ് ഒന്നും നമുക്കിവിടെ പഠിക്കാനില്ല. അതായത് ഇപ്പം ഇതിന് മുന്നേ നമുക്ക് കുറച്ച് തിയറംസ് ഇതിനകത്തുണ്ടായിരുന്നു ഈ മോഡ്യൂൾ, അത് നമ്മുടെ സിലബസിലില്ല. അതായത് ഈ സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n വരുന്നു, അതിലെ എലമെൻറ്റ്സ് ഈ 1 സിഗ്മ സ്ക്വയർ എക്സെട്ര സിഗ്മ റേസ് ടു n-1 ആണ് വരുന്നതെങ്കിൽ ഈ സെറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതിനെ ക്യാരക്ടേഴ്സ് എന്നായിരിക്കും വിളിക്കുക. സോ ഈ സെറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നാണ് ആ റിസൾട്ട്. സോ നമുക്ക് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ഓഫ് ഓർഡർ n എടുത്തിട്ട് അതിൽ ഈ ഹോമോഫിസംസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഇൻഡിപെൻഡൻ്റ് ആണ് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അതിൻ്റെ തിയറിറ്റിക്കൽ വശങ്ങളൊന്നും നിങ്ങൾ അറിയണ്ട. ഓക്കെ, so by independence of the characters of this set 1 sigma square etc sigma raised to n-1. ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഒരു സെറ്റ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സെറ്റിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും? ആ ലീനിയർ കോമ്പിനേഷൻ മീൻസ് ആ ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ ഉപയോഗിച്ച കോൺസ്റ്റൻസ് എല്ലാം എന്തായേ പറ്റൂ? ദാറ്റ് ഈസ് കോൺസ്റ്റൻസ്. അതായത് സിഗ്മ റേസ് ടു ഐ ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ കോൺസ്റ്റൻറ്റ് CI എല്ലാം എന്തായിരിക്കണം? 0 ആയിരിക്കണം. അതാണ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, സോ ഞാനിവിടെ ഇതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ കൺസിഡർ ചെയ്യുകയാണ്. ഈ 1 സിഗ്മ സ്ക്വയർ എക്സെട്ര സിഗ്മ റേസ് ടു n-1. അത് ഡോ നോട്ട് ഡോ 1 എക്സെട്ര മൊത്തം എത്രയുണ്ട്? ഓക്കെ, മൊത്തം n എലമെൻറ്റ്സ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് എത്ര കോൺസ്റ്റൻസ് ഉണ്ട്? ഡോ നോട്ട് മുതൽ ഡോ n-1 വരെ n കോൺസ്റ്റൻസ് ഉണ്ട്. സോ ഈ കോൺസ്റ്റൻസ് അല്ല ഫീൽഡിലെ എലമെൻറ്റ്സ്. സോ ഞാൻ ഇത് ഉപയോഗിച്ചാണ് അത് എടുത്തിട്ടാണ് ഞാൻ ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നത്. ഡോ നോട്ട് ഇൻറ്റു ഈ സെറ്റിലെ 1, അടുത്ത ഡോ 1 ഇൻറ്റു ഡെൽറ്റ 1, ഡോ അല്ല ഡെൽറ്റ 1 ഇൻറ്റു സിഗ്മ, നെക്സ്റ്റ് ഡെൽറ്റ 2 ഇൻറ്റു സിഗ്മ സ്ക്വയർ എക്സെട്ര. നടുക്കൊരു എലമെൻറ്റ് ജനറലായിട്ട് എഴുതി എന്ത് വരും? ഡെൽറ്റ ഐ സിഗ്മ റേസ് ടു ഐ പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ n-2 സിഗ്മ റേസ് ടു n-2 പ്ലസ് ഡെൽറ്റ n-1 സിഗ്മ റേസ് ടു n-1. ഇതൊരു ലീനിയർ കോമ്പിനേഷനായി.
ഞാൻ ഈ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കണം, ഇതിൽ ഈ കോൺസ്റ്റൻസ് ഡെൽറ്റ നോട്ട്, ഡെൽറ്റ 1, എക്സെട്ര ഡെൽറ്റ n-1 എല്ലാ കോൺസ്റ്റൻസും 0 ആയിരിക്കണം. ഓക്കെ, പക്ഷേ എന്നാൽ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഡെൽറ്റ n-1 എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആണ്. സോ അത് ഒരു നോൺ സീറോ വാല്യൂ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവുമോ? കാരണം എന്താണ്, ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ കോൺസ്റ്റൻസ് എല്ലാം 0 ആയിരിക്കണം. എന്നാൽ ഇവിടെ ഒരു നോൺ സീറോ കോൺസ്റ്റൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ലീനിയർ കോമ്പിനേഷൻ എന്താവില്ല, 0 ആവില്ല. കാരണം ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ ലീനിയർ കോമ്പിനേഷൻ 0 അല്ല. അങ്ങനെ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഓട്ടോമോർഫിസംസ് അല്ലേ, സിഗ്മ, സിഗ്മ സ്ക്വയർ എക്സെട്ര, അതിൻ്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ മീൻസ് ദാറ്റ് ഈസ് എഗെയിൻ ആൻ ഓട്ടോമോർഫിസം അല്ലേ. സോ ഇത് നോൺ സീറോ ആണ്. ഇത് ലീനിയർലി ഈ സെറ്റിൻ്റെ ലീനിയർ ഇൻഡിപെൻഡൻസ് വെച്ച് ഈ കോമ്പിനേഷൻ നോൺ സീറോ ആണെങ്കിൽ ഇതൊരു ഗാമ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ ഇയിൽ നിന്ന് എടുക്കുകയാണ്. സോ അതിൻ്റെ ഇമേജ് ഇതും എന്താണ്, ഒരു ഐസോമോർഫിസം ആണല്ലോ, കാരണം ഐസോമോർഫിസത്തിൻ്റെ കോമ്പിനേഷനാണ്. സോ ഇത് നോൺ സീറോ ഐസോമോർഫിസം ആയതുകൊണ്ട് തന്നെ ഇത് ഈയിലൊരു ഗാമയുടെ ഇമേജ് എന്തായിരിക്കും, നോൺ സീറോ ആയിരിക്കും. സോ അതാണ് എങ്ങനെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റാണ്. സോ ഈ ലീനിയർ കോമ്പിനേഷൻ എടുത്തപ്പോൾ ഇവിടെ നോൺ സീറോ കോൺസ്റ്റൻ്റ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ലീനിയർ കോമ്പിനേഷൻ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. കാരണം എന്താ, ഈ ലീനിയർ കോമ്പിനേഷൻ ഈക്വൽ ടു 0 ആയാൽ ഇതിലെല്ലാ കോൺസ്റ്റൻസും 0 ആയിരിക്കണം ഇതിൻ്റെ ഇൻഡിപെൻഡൻസ് വെച്ചിട്ട്. പക്ഷേ ഇതിലൊരു കോൺസ്റ്റൻറ്റ് 0 അല്ല. അതുകൊണ്ട് തന്നെ ഈ ലീനിയർ കോമ്പിനേഷൻ എന്താണ്, നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇതിലൊരു ഗാമയെ എങ്ങോട്ട് മാപ്പ് ചെയ്യും, നോൺ സീറോ ഇമേജ് ആയിരിക്കും വരിക. സോ അങ്ങനെയാണ് ആ സ്റ്റെപ്പ് എഴുതിയത്. സോ അങ്ങനെയാണെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, അതായത് ഇത് വെച്ച് ഓരോ ഗാമയുടെ ഇമേജ് എടുക്കുക. f പ്ലസ് g ഓഫ് ഗാമ ഈസ് f ഓഫ് ഗാമ പ്ലസ് g ഓഫ് ഗാമ എന്ന് എഴുതില്ല അതുപോലെ. സോ ഡെൽറ്റ നോട്ട് 1 ഗാമ എങ്ങോട്ട് മാപ്പ് ചെയ്യുക, ഐഡൻറ്റിറ്റി മാപ്പാണ്. സോ ഗാമയുടെ ഇമേജ് 1 വെച്ചിട്ട് ഗാമ തന്നെ പ്ലസ് ഡെൽറ്റ 1 ഒക്കെ ഫീൽഡിലെ എലമെൻ്റ് അതുപോലെ തന്നെ എഴുതുക. സിഗ്മ ഓഫ് ഗാമ, അടുത്ത ഡെൽറ്റ 2 സിഗ്മ സ്ക്വയർ ഓഫ് ഗാമ പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ ഐ സിഗ്മ റൈസ് ടു ഐ ഓഫ് ഗാമ പ്ലസ് എക്സെട്ര പ്ലസ് ഡെൽറ്റ n-2 സിഗ്മ റൈസ് ടു n-2 ഓഫ് ഗാമ പ്ലസ് ഈ ഡെൽറ്റ n-1 1 ആണെന്ന് നമുക്കറിയാം. സോ അതിന് 1 തന്നെ കൊടുത്തു പ്ലസ് സിഗ്മ റൈസ് ടു n-1 ഓഫ് ഗാമ. സോ ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. കോൾ ദിസ് സം ബീറ്റ. ഈ സം LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഈ സമ്മിനെ ഞാൻ ബീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ആ ക്വാണ്ടിറ്റി. ദെൻ ബീറ്റ നോട്ട് ഈക്വൽ ടു 0. കാരണം എന്താ, ഈ ക്വാണ്ടിറ്റി നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുകൊണ്ട് തന്നെ ബീറ്റ നോട്ട് ഈക്വൽ ടു 0 ആണ്. നൗ സിഗ്മ ഓഫ് ബീറ്റ. സോ ഇതാണ് ബീറ്റ ആയിട്ട് കൊടുത്തത്. ഇനി സിഗ്മ ഓഫ് ബീറ്റ എടുക്കുന്നു. സോ എന്താ ഫസ്റ്റ് ടേം എന്താ, സിഗ്മ ഓഫ് ഈ സമ്മ്. സോ അതിനെ സിഗ്മ എന്ന് പറയുന്നത് ഹോമോമോർഫിസം ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്താണ്, ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് എലമെൻറ്റ് സിഗ്മ കൊടുക്കുമ്പോൾ എന്ത് വരും, സിഗ്മ ഓഫ് ഡെൽറ്റ നോട്ട് ഇൻറ്റു സിഗ്മ ഓഫ് ഗാമ. ഈ ഡെൽറ്റ നോട്ട് ഡെൽറ്റ 1 ഒക്കെ എവിടുത്തെ എലമെൻറ്റ്, ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ആൽഫ, ഇതെല്ലാം ഈയിലെ എലമെൻറ്റ്സ് ആണ്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇമേജും വിത്ത് റെസ്പെക്ട് ടു സിഗ്മ എടുക്കും. സിഗ്മ ഡെൽറ്റ നോട്ട് ഇൻറ്റു സിഗ്മ ഓഫ് ഗാമ. സിഗ്മ ഹോമോമോർഫിസം ആണല്ലോ, ഐസോമോർഫിസം ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. നെക്സ്റ്റ് സിഗ്മ ഓഫ് ഡെൽറ്റ 1 ഇൻറ്റു സിഗ്മ ഓഫ് ഗാമ വരും. സോ സിഗ്മ സ്ക്വയർ ഓഫ് ഗാമ. നെക്സ്റ്റ് സിഗ്മ ഓഫ് ഡെൽറ്റ 2 ഇൻറ്റു സിഗ്മ ക്യൂബ് ഓഫ് ഗാമ പ്ലസ് എക്സെട്ര പ്ലസ് സിഗ്മ of delta I into sigma raised to I plus 1 of gamma plus sigma of delta n-2 into sigma raised to n-1 of gamma plus sigma raised to n of gamma എന്ന് വരും. ഇനി ഫ്രം 1, ഇനി ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ കണ്ടുപിടിച്ചൊരു റിലേഷൻ ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ഡെൽറ്റ ഐ ഡെൽറ്റ ഐ പ്ലസ് 1. സോ ഇതിൽ നിന്ന് സിഗ്മ ഓഫ് ഡെൽറ്റ ഐ എന്ന് പറയുന്നതിന് എനിക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ഓഫ് ഡെൽറ്റ ഐ ഈസ് ആൽഫ ഇൻവേഴ്സ് വെച്ച് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ, ആൽഫ ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ ഐ പ്ലസ് 1. സോ അതാണ് പറഞ്ഞത്, ഫ്രം ഇക്വേഷൻ 1 വി ഗെറ്റ് സിഗ്മ ഓഫ് ഡെൽറ്റ ഈസ് ആൽഫ ഇൻവേഴ്സ് ഇൻറ്റു ഡെൽറ്റ ഐ പ്ലസ് 1. ഫോർ ഐ അവിടെ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്, 0 to n-2. സോ അങ്ങനെ ആണെങ്കിൽ ഈ സിഗ്മ ഓഫ് ഡെൽറ്റ നോട്ടിന് പകരം ഞാൻ കൊടുത്തു എന്താണ്, ആൽഫ ഇൻവേഴ്സ് എന്ത് വരും, ഡെൽറ്റ 1 വരും. അടുത്ത സിഗ്മ ഓഫ് ഡെൽറ്റ 1 എന്ന് പറയുന്നത് ആൽഫ ഇൻവേഴ്സ് ഡെൽറ്റ 2 വരും. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഇവിടെ സിഗ്മ ഓഫ് ഡെൽറ്റ n-2 വരെയാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുക. ഐ വേരീസ് ഫ്രം 0 to n-2. സോ സിഗ്മ ഓഫ് ഡെൽറ്റ n-2 എന്ന് പറയുന്നത് ആൽഫ ഇൻവേഴ്സ് ഡെൽറ്റ n-1 വരും. ഓക്കെ, ഫൈനൽ ടേം സിഗ്മ റൈസ് ടു n ഓഫ് ഗാമ അതുപോലെ തന്നെ എഴുതാം അവിടെ. ഓക്കെ, ഇനി ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഈ സിഗ്മ റൈസ് ടു n ഓഫ് ഗാമ ഈ ലാസ്റ്റ് ടേം ഒഴിച്ച് ബാക്കി എല്ലാത്തിലും കോമൺ ആണ്. അത് ഔട്ട് സൈഡ് എടുക്കുന്നു. ലാസ്റ്റ് ടേം അതുപോലെ തന്നെ എഴുതുന്നു. പക്ഷെ നമുക്ക് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ, സിഗ്മ റൈസ് ടു n ഓഫ് ഗാമ. പക്ഷെ നമുക്കറിയാം സിഗ്മ റൈസ് ടു n എന്ന് പറഞ്ഞാൽ 1 ആണ്. കാരണം എന്താ, സിഗ്മയാണ് ജനറേറ്റർ ഓഫ് ദിസ് ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണ്. ഈ ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് ആണ് സിഗ്മ. ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ 1 ആണെങ്കിൽ സിഗ്മ റൈസ് ടു ഓർഡർ ഓഫ് ജി എന്ന് പറയുന്നത് 1 ആയിരിക്കും. സോ സിഗ്മ റൈസ് ടു n ഇവിടെ 1 ആണ്. അതായത് ഇവിടുത്തെ 1 മീൻസ് എന്താണ്, ഐഡൻറ്റിറ്റി മാപ്പ് 1 ആണ്. സോ അതുകൊണ്ട് തന്നെ സിഗ്മ റൈസ് ടു n ഗാമയെ എങ്ങോട്ട് മാപ്പ് ചെയ്യും, ഗാമയിലേക്ക് തന്നെ. കാരണം സിഗ്മ റൈസ് ടു n ഐഡൻറ്റിറ്റി മാപ്പ് നമുക്ക് കിട്ടി. സോ ഇത് സിഗ്മ റൈസ് ടു n ഓഫ് ഗാമ ഈ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഗാമ തന്നെ വരും. ഇനി ഞാൻ അതിനെ ഒന്നുകൂടെ അറേഞ്ച് ചെയ്യുകയാണ്. സിഗ്മ റൈസ് ടു n ഓഫ് ഗാമ ഈസ് ഈക്വൽ ടു ഗാമ എന്ന് എനിക്ക് കിട്ടി. അതിനെ എനിക്ക് ആൽഫ ഇൻവേഴ്സ് ആൽഫ ഗാമ എന്ന് എഴുതാമല്ലോ. കാരണം ആൽഫ ഇൻവേഴ്സ് ആൽഫ 1 ആണ്.
ഓക്കെ, സോ അങ്ങനെ കൊടുത്തു. ദാറ്റ് ഈസ് ആൽഫ ഇൻവേഴ്സ്. ആൽഫയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു? ഡെൽറ്റ നോട്ട്. കാരണം നമ്മളിവിടെ പാർഷ്യൽ നോം ഡിഫൈൻ ചെയ്തപ്പോൾ ഡെൽറ്റ നോട്ട് എന്ന് പറയുന്നതായിരുന്നു ആൽഫ. സോ അങ്ങനെ കൊടുത്തു. ആൽഫ ഇൻവേഴ്സ് ഡെൽറ്റ നോട്ട് ഗാമ. സോ ഈ ആൽഫ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ലാസ്റ്റ് ടേമിലും വന്നു. സോ അതുകൊണ്ട് തന്നെ ഇതിനകത്തുനിന്നും എനിക്ക് കോമൺ എടുക്കാമല്ലോ. സോ ആൽഫ ഇൻവേഴ്സ് ഇവിടുന്ന് എടുക്കുമ്പോൾ പിന്നെന്താണ്? ഡെൽറ്റ നോട്ട് ഗാമ. ആ ഡെൽറ്റ നോട്ട് ഗാമ ഞാൻ അവസാനം എഴുതുന്നില്ല, ഇതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തപ്പോൾ ആദ്യം ചേർത്തു ഡെൽറ്റ നോട്ട് ഗാമ. ബാക്കി ഇതെല്ലാം അതുപോലെ തന്നെ എഴുതി. ഓക്കെ, സോ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഇതിൽ ഡെൽറ്റ n-1 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. കാരണം എന്താ? നമ്മളിവിടെ ഡെൽറ്റ ഡിഫൈൻ ചെയ്ത് നമുക്ക് ഡെൽറ്റ n-1 1 കിട്ടി. സോ ഇവിടെ ഡെൽറ്റ n-1 1 എന്ന് കൊടുക്കണം. സോ അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ക്വാണ്ടിറ്റി ഞാൻ നോക്കിക്കഴിഞ്ഞാൽ അത് ബീറ്റ തന്നെയാണ്. നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഡെൽറ്റ n-1 എന്ന് പറയുന്ന 1 കൊടുക്കുന്നു. ബാക്കി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ബീറ്റ തന്നെയാണ് ഈ ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത്. സോ ഈ സിഗ്മ ഓഫ് ബീറ്റ എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടി? ആൽഫ ഇൻവേഴ്സ് ഇൻറ്റു ഈ ക്വാണ്ടിറ്റി ബീറ്റയാണ്. ദ സിഗ്മ ഓഫ് ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഇൻവേഴ്സ് ഇൻറ്റു ബീറ്റ എന്ന് കിട്ടി. എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? എനിക്ക് ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. സോ ആൽഫ എന്ത് വരും എന്നാണ് എനിക്ക് കിട്ടേണ്ടത്. സോ അങ്ങനെ ആണെങ്കിൽ ആൽഫ ഇതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ആൽഫ സിഗ്മ ഓഫ് ബീറ്റ. സോ ഇതിൻ്റെ ലെഫ്റ്റിൽ ആൽഫ വെച്ച് രണ്ട് സൈഡിലും ലെഫ്റ്റിൽ ആൽഫ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, റൈറ്റിൽ സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇതിനെ ആൽഫ ഇൻറ്റു സിഗ്മ ഓഫ് ബീറ്റ ഇൻറ്റു സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. അതുപോലെ തന്നെ ഇവിടെയും ആൽഫ ഇൻറ്റു അതേപോലെ ആൽഫ ഇൻവേഴ്സ് ബീറ്റ അതുപോലെ തന്നെ കൊടുത്തു സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ സിഗ്മ ഓഫ് ബീറ്റയും സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സും കൂടെ 1 ആയി പോയിട്ട് ആൽഫ മാത്രം. ഇവിടെ ആൽഫയും ആൽഫ ഇൻവേഴ്സും കൂടെ 1 ആയി, ബാക്കി ബീറ്റയും സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഇൻറ്റു സിഗ്മ ഓഫ് ബീറ്റ ഇൻവേഴ്സ്. ഓക്കെ, ഇനി ഈ ബീറ്റ എന്ന് പറയുന്നത് ഓക്കെ എവിടുത്തെ എലമെൻ്റ് ആണെന്നാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്? ഈ ഹാഷിലെ എലമെൻറ്റ്. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ബീറ്റ എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ക്വാണ്ടിറ്റി ആണ്. ഈ ക്വാണ്ടിറ്റി എവിടുത്തെ എലമെൻറ്റാണ്? ഡെൽറ്റ നോട്ടൊക്കെ എന്താണ്? ഡെൽറ്റ നോട്ട്, ഡെൽറ്റ 1 ഇതെല്ലാം ഈയിലെ എലമെൻ്റാണ്. അതേപോലെ ഗാമ ഈയിലെ എലമെൻ്റാണ്. സിഗ്മ ഓഫ് ഗാമ ആണ് ഞാനിവിടെ എടുക്കുന്നത്. അതും എഗെയിൻ എവിടുത്തെ എലമെൻറ്റ് വരും? ഈയിലെ എലമെൻ്റാണ്. ഓക്കെ, ഇതൊരു നോൺ സീറോ എലമെൻ്റ് ആണെന്നും കിട്ടി. ബീറ്റ നോട്ട് ഈക്വൾ ടു 0 നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നോൺ സീറോ എലമെൻറ്റ് ഇൻ ഇ ആണ്. സോ ക്ലിയർലി ബീറ്റ എവിടുത്തെ എലമെൻ്റാണ്? ഈ ഹാഷിലെ എലമെൻറ്റ് തന്നെയാണ്. ഓക്കെ, നമുക്ക് ആൽഫ ഈസ് ഈക്വൾ ടു ബീറ്റ ഓഫ് സിഗ്മ ബീറ്റ ഇൻവേഴ്സ് എന്നും കിട്ടി. ഹെൻസ് ദ പ്രൂഫ്.